ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ ഇടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടപ്പള്ളിക്ക് പോവാട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എടപ്പള്ളിക്ക് പോയി അവിടുത്തെ പെരുന്നാളൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ട് വന്നാലോ. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളിയും മുട്ടിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ ഇതിനുള്ള കോഴിയുണ്ട്. സ്കൂബിക്കുട്ടൻ്റെ കോഴീനെ കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. ആൻറ്റിമാർ വന്നതിന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കോഴീനും കൊണ്ടാട്ടോ വന്നത്. അപ്പോൾ പെരുന്നാളിൽ പോകുമ്പോൾ നമ്മളവിടെ കോഴീനെ വെട്ടുന്നുണ്ട്. അപ്പോൾ ആ കോഴീനെ കണ്ടപ്പോഴുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് കണ്ടത്. പിന്നെ പുള്ളിക്കാരനെ കൊണ്ടാവാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു വണ്ടി ആൾക്കാരായിട്ടാണ് ഞങ്ങൾ എടപ്പള്ളിക്ക് പോകുന്നത്. ഇത്ര ആൾക്കാരല്ല, ഇതിന് കൂടുതൽ ആൾക്കാരുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോണതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴീനെയും പിന്നെ നമ്മൾ ഉരുളി, വിറക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ നമുക്ക് അവിടെ ചെന്ന് കറി വയ്ക്കണമെങ്കിൽ. അപ്പോൾ കോഴീനെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാട്ടോ നമ്മൾ ഇട്ടേക്കണത്. അവരെല്ലാവരും സേഫായിട്ട് അവിടെ ഉണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു കഥ കേട്ടാലോ. നിങ്ങൾക്ക് നമ്മുടെ ഗീവർഗീസ് പുണ്യാളുടെ കഥ അറിയാവോ? അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റ് ജോർജ് പുണ്യാളുടെ കഥ അറിയാവോ? നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്നതിന് ബിഹൈൻഡ് ഒരു കഥയുണ്ട് കേട്ടോ. ഒരു ഗ്രാമത്തിലെ ഒരു വ്യാളി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേച്ചറിൽ നമ്മൾ പറയുന്ന ഒരു ഡ്രാഗൺ ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ വലിയൊരു പാമ്പുണ്ടായിരുന്നേ. ഈ പാമ്പിന് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്നും ഭക്ഷിക്കാനായിട്ട് കന്നുകാലികളെ, ഈ പശുവിനെയും ആടിനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ കൊടുത്ത് വ്യാളി എന്ന് പറയുമ്പോൾ വലിയ സാധനമല്ലേ, വലിയ പാമ്പ്. ഡ്രാഗൺ എന്നൊക്കെ പറയുമ്പോൾ ജിമിട്ട സാധനമല്ലേ. അതിന് കഴിക്കാനായിട്ട് നമ്മൾ കഴിക്കണ പോലെ ഒരു ഇച്ചിരി മതിയാവില്ലല്ലോ, കുറേ വേണം അല്ലേ. അങ്ങനെ കഴിച്ച് ആ നാട്ടിലുള്ള കന്നുകാലികളും മൃഗങ്ങളൊക്കെ തീർന്നു പോയി. ഇനിയിപ്പോൾ മനുഷ്യരേ ഉള്ളൂ. അപ്പോൾ അവരെ ഉപദ്രവിക്കാണ്ടിരിക്കാനായിട്ട് അവരെന്ത് ചെയ്തു, ഓരോരുത്തരെ നറുക്കെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു ഈ വ്യാളിക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു ദിവസം നറുക്ക് വീണ നമ്മുടെ രാജകുമാരിക്ക് കേട്ടോ. അങ്ങനെ രാജകുമാരി സങ്കടപ്പെട്ട് നടന്നു പോയിട്ടിരിക്കുക. നമ്മുടെ സെൻറ്റ് ജോർജ് പുണ്യാളനെ, ഗീവർഗീസ് പുണ്യാളൻ ഒരു പട്ടാളക്കാരൻ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജകുമാരി നിന്ന് കരയണ ആളാണ്. അപ്പം നമ്മുടെ ഗീവർഗീസ് പുണ്യാളിങ്ങനെ ചോദിക്കുകയാണ്, എന്താ നീ കരയണേ? അപ്പോൾ പറയാണ്, എനിക്കാണ് നറുക്ക് വീണേക്കുന്നത്. എന്നെ കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ പോവുകയാണ്, വ്യാളി എന്നെ കഴിക്കാൻ പോവാന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ രാജകുമാരി പറയാണ്, നീ പൊക്കോ. ഗീവർഗീസ് പുണ്യാളോട് പറയാണ്, നീ പൊക്കോ, അല്ലെങ്കിൽ നിന്നെയും കൊല്ലും, ആ വ്യാളി നിന്നെയും ഭക്ഷിക്കുമെന്ന് പറയാണ്. പക്ഷേ നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ പോയില്ല. ഗീവർഗീസ് പുണ്യാളൻ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ ചെന്നിട്ട് കുന്തം കൊണ്ട് നമ്മുടെ വ്യാളീനെ കൊന്നു. അങ്ങനെയാണ് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു രൂപം കാണുന്നത് കേട്ടോ. ആ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു രാജകുമാരി ഇരിക്കണ കാണാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ബിഹൈൻഡുള്ള സ്റ്റോറി. അങ്ങനെ പിന്നെ നമ്മുടെ ഗീവർഗീസ് പുണ്യാളിന് നമ്മളിങ്ങനെ പാമ്പിൽ നിന്നും അങ്ങനെ വ്യാധികളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട്, കോഴികളെയും ഒക്കെ രക്ഷിക്കാനായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കോഴീനെ പുണ്യാളിന് നേർച്ച നേർന്ന്, നമ്മൾ ഈ കോഴി ഉണ്ടാകുമ്പോൾ അതിന് നേർച്ച നേർന്ന് നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ വന്ന് വെട്ടാനായിട്ട് അല്ലെങ്കിൽ പുണ്യാളെ കൊടുക്കാനായിട്ട് നേർന്നിട്ടുള്ള കോഴികൾക്ക്, വേറെ എല്ലാ കോഴികളും ചത്തുപോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാലും ഈ കോഴികൾക്ക് ഒന്നും പറ്റില്ല. ഇവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതെന്താ ഒരു പ്രത്യേകത കേട്ടോ. അത് ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു പ്രത്യേകത. കഴിഞ്ഞ കൊല്ലം നമുക്ക് കോഴിനെ വെട്ടാൻ പറ്റിയില്ല. നമ്മുടെ അപ്പൂപ്പൻ മരിച്ചിരിക്കുമായിരുന്നു. 40 കഴിഞ്ഞിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ നോമ്പല്ലേ, അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കോഴി നമുക്ക് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ നേർന്ന കോഴീനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആ കോഴീനെ വേറെ ആൾക്കാർ വന്ന് ലേലം വിളിച്ച് അവർ വെട്ടാനായിട്ട് എടുക്കും. അങ്ങനെ എപ്പോഴും അവിടെ കോഴിക്കൂട്ടിൽ കോഴി ഉണ്ടാവും കേട്ടോ. ആ പള്ളിയുടെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ഇതെൻ്റെ അനിയൻ, എൻ്റെ ചേട്ടന്മാർ, അങ്ങനെ ഞങ്ങൾ കസിൻസൊക്കെ തന്നെയാണ്. അപ്പോൾ പപ്പ ഒരു കോഴിയുടെ പപ്പക്ക് കളഞ്ഞിട്ട് കൊണ്ടുവന്നേക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളുടെ പരിപാടി എന്താണ്, ഉള്ളിയുടെ തൊണ്ട് പൊളിക്കുക, സവാളയുടെ തൊണ്ട് പൊളിക്കുക, പിന്നെ ഇടയ്ക്ക് തിന്നാൻ മാങ്ങയുണ്ട്, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പാപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചിയുടെയൊക്കെ വർത്തമാനം പറഞ്ഞാൽ ഇഞ്ചിയുടെ തൊലി ഒളിഞ്ഞ് നോക്കിയാൽ ഇപ്പോൾ ഒരു ലോഡ് ഇഞ്ചിക്കറി വെക്കാൻ പാകത്തിന് ഇഞ്ചിക്ക് തൊലി ഒളിഞ്ഞ് വെച്ചാണ്. അങ്ങനെ അപ്പോൾ കോഴീനെ വെട്ടൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത് എത്ര ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്നൊന്നും അറിയത്തില്ല. കാരണം ചിലവരിങ്ങനെ കോഴികളൊക്കെ ഭയങ്കര കെയർ ചെയ്ത് വളർത്തുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ
അപ്പോൾ ഇതേ നമ്മളിപ്പോൾ സവാള അരിയൽ പരിപാടിയിലേക്ക് കിടന്നു. ഞാൻ കുറേ ഇഞ്ചിയും സംഭവങ്ങളൊക്കെ അരിഞ്ഞു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത്രമാത്രം ഇഞ്ചി അവിടെ തൊലി ഒളിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇതേ അന്ന് തന്നെ ഞങ്ങൾ പോയത് ഇന്നലെയാണേ. ഇപ്പോൾ ഈ വീഡിയോ എന്നാ വന്നതെന്ന് പറയാൻ പറ്റില്ലേ. അപ്പോൾ ഞങ്ങൾ പോയ അന്ന് വ്യാഴാഴ്ച ആട്ടോ പോയത്. അന്ന് തന്നെ പാർട്ടിക്കാരുടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ തന്നെ കോഴീനെ വെട്ടി ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി നമ്മുടെ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂസ് ചാനലുകാർ, 24 റിപ്പോർട്ടർ, അങ്ങനെ കുറേ പേരെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സംഭവബഹുലമായിട്ടുള്ള ഞങ്ങളുടെ കോഴിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പേരൊക്കെ എന്താ പറയുക, തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടാട്ടോ വന്നത്. ഈ 2 തേങ്ങ ചിരണ്ടി ഞാനാണ്. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ആ വർഗീസ് അച്ചാച്ച ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ടിരുന്ന ജോമന കേട്ടോ. ജോമനെ സമീപിക്കേണ്ടതാണ്. തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് എല്ലാവരും വിളിക്കും ജോമനെ. അങ്ങനെ നമ്മളിനിയിപ്പോൾ ഒക്കെ മിക്സ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാൽക്കറി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റേ മാങ്ങയും മീനൊക്കെ ഇട്ട് വെക്കില്ലേ പാൽക്കറി, അതിനൊക്കെ ഇങ്ങനെ ഉള്ളി ആയാലും എല്ലാം നന്നായിട്ട് കായം കൊണ്ട് ഞെരടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ വന്ന് പുണ്യാളുടെ അടുത്ത് വന്ന് എങ്ങനെ കോഴിക്കറി വെച്ചാലും പ്രത്യേക ടേസ്റ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ വേളാങ്കണ്ണി ചെന്നിട്ട് അവിടുത്തെ മീൻ കറി വെക്കണത്. കിട്ടു ടേസ്റ്റ് കേട്ടോ. ഈ വെച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ തള്ളണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ എന്നൊക്കെ. അങ്ങനെ എല്ലാവരും പല പല സ്റ്റൈലാട്ടോ. അപ്പോൾ ചിലവർ ഇതിപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ വയ്ക്കണത്. ചിലവരൊക്കെ ഇങ്ങനെ സവാള വാട്ടിയിട്ട്, എല്ലാവരും നാടൻ കോഴി തന്നെയാണ് വെക്കണേ. സവാള വാട്ടി ഇഞ്ചി പച്ചമുളക് പേസ്റ്റായിട്ടൊക്കെ ആഡ് ചെയ്യുന്നത്. കാരണം എല്ലാവരും പല പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ അങ്ങനെ പല പല രീതികളിലാണ് എല്ലാവരും കറി വെക്കണത്. അങ്ങനെ നമ്മൾ സവാള അരിഞ്ഞതും ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ നമ്മുടെ എന്താ പറയുക, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, അങ്ങനെ എല്ലാ പൊടികളും എല്ലാം ഇട്ട്, പിന്നെ തലപ്പാലിൻ്റെ ഒരു ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചുരുക്ക ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം, മസിൽ പിടിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാം എന്നൊക്കെ. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ കറി അങ്ങനെ അടുപ്പിൽ കയറി കേട്ടോ. എന്താ പറയുക, ചെടപെടാന്നായിരുന്നില്ല. നമുക്ക് 5 കോഴി ഉണ്ടായിരുന്നേ. പിന്നെ ഇനി അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് കസിൻസ് കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ എല്ലാം റെഡി ആകുമ്പോഴേക്കും എത്തും. അങ്ങനെ അപ്പോൾ നമ്മുടെ ആൾക്കാരുകൾ കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, അപ്പുറത്തെ സൈഡ് നിറയെ ആൾക്കാരായിരുന്നു. പിന്നെ അപ്പുറത്ത് കുറച്ച് ഡേർട്ടി ആയിട്ടാണ് കിടന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോഴീനെ പപ്പ് എടുക്കേണ്ട ഒരു ഏരിയ ഉണ്ട്, അണ്ട് വേസ്റ്റ് ഇടുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അതൊന്നും വഴിയൊക്കെ ഇട്ടില്ലെങ്കിൽ ആ ഏരിയ മെനകേടായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പുറത്തേക്ക് വന്നു. ഞങ്ങളിരുന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പുറത്തൊക്കെ അടുപ്പ് കൂട്ടി, പിന്നെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ എൻ്റെ വക സാലഡ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മളിനിയിപ്പോൾ വിളമ്പൽ പരിപാടിയിലേക്ക് കിടന്നിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കറിയൊക്കെ നമ്മൾ ചെറിയൊരു ബേസിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രെഡ് ഉണ്ട്, എന്താണെന്നറിയില്ല, എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കണം. ആദ്യം ബ്രെഡ് കൂട്ടി കഴിച്ചു, ഇതിന് ശേഷം ചോറും സാലഡും കറികളല്ലല്ലോ, നമ്മുടെ കോഴിക്കറിയും കൂട്ടിയിട്ട് കഴിക്കണം. നല്ല പാൽക്കറി, നല്ല നാടൻ കോഴിക്കറി. നിങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി വെച്ച് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. പിന്നെ ഉണ്ടല്ലോ, ഇതെങ്ങനെ കഴിച്ചാലും ഇത് ലാസ്റ്റ് ഉരുളിയിലിട്ടൊന്ന് കഴിക്കണം. ഉരുളിയിൽ ആ കറിയൊക്കെ അതിനടുത്ത മൂത്തല് അടുത്ത കുഞ്ഞു കൊച്ച് എനിക്കാ എനിക്ക് കൊറേ നേരം വായ പൊളിച്ചിട്ടായിരിക്കണോ എനിക്കാ. ഇത്ര വാശി പിടിച്ചത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ. അതിനാണ് ഞാൻ അത്ര വാശി പിടിച്ച് കഴിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ കണ്ടിട്ട് ചിരി വന്നിട്ട് വേണമെന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഉരുളിയൊക്കെ കഴുകി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അതുണ്ടോ അവിടുത്തെ തിരക്കുണ്ടോ, നിറയെ ആൾക്കാരായിട്ടോ. പിന്നെ ബ്ലോക്കിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. നിങ്ങൾ മാക്സിമം ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടുക കേട്ടോ. പിന്നെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് എന്താ പറയുക പുറത്തുനിന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അറിയാൻ പാടില്ലായ്മയൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ അത്ര നേരം വീഡിയോ എടുത്തോണ്ടിപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ. ലൈറ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ആവണില്ല. കുറച്ച് നേരം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടും
എന്താ പറയുക, ലൈറ്റ് അങ്ങോട്ട് എന്താണ്ടൊക്കെ പോലെ ആയി പോണു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളെല്ലാം റിട്ടേൺ വണ്ടിയിലേക്ക് കയറ്റി. വണ്ടി തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് പള്ളിയിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടിക്കടയിലൊക്കെ നിരങ്ങാമെന്നൊരു ഓപ്ഷനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് എന്താ പറയണ്ടേ, ഞങ്ങൾ പള്ളിയിലൊന്ന് കാലെടുത്ത് വെച്ചു. ഒരു 5 മിനിറ്റ് ഇരുന്നു എന്ന് പറയാം. വലിയ പള്ളിയിൽ നമ്മൾ പോയിട്ടുണ്ടാവില്ല കേട്ടോ, പുതിയ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പഴയ പള്ളിയിലൊക്കെ പോയി നേർച്ചകളൊക്കെ ഇട്ടിട്ടാണ് കോഴിക്കറി വെച്ചത്. പക്ഷേ പുതിയ പള്ളിയിൽ കയറി 2 മിനിറ്റ് പോലും ഇരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും വെളിയൊന്ന് വീണു. ആ വണ്ടി ഇവിടെ ഇടാൻ സമ്മതിക്കണില്ല, പ്രശ്നമാണ് പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അത് സങ്കടമായിട്ടോ. കടയിലൊന്നും നിരങ്ങാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മളെന്താണ് തിരിച്ച് വീട്ടിലേക്ക് പോരാട്ടോ. വീട്ടിൽ വന്നപ്പോൾ സ്കൂബിക്കുട്ടനെ എല്ല് കൊടുത്തിട്ട് എല്ല് തിന്നുന്നതാണ്. സ്കൂബിഡോ ഒന്നും ഇങ്ങോട്ട് നോക്കോ ബിസി മാൻ. കൊച്ചേ ഓ, എല്ല് കടിച്ച് പറിക്കാൻ എൻ്റെ പിള്ള. ഒന്ന് നോക്കിയടാ കുഞ്ഞെ ചെറുക്ക. ഓ, ഇപ്പോഴെങ്കിലും നോക്കിയല്ലോ, ഭാഗ്യം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ടാറ്റാ.